രണ്ടുപേര് കൈ പിടിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ മനസ്സിലെങ്കിലും എന്റെ പൊന്നുമോനല്ലേ പോകുന്നേ. അത്രയ്ക്കും ഈ ലൈൻ കമ്പിക്ക് താന്ന് കിടക്കുന്നതാണ്. അവിടെ ഇത്രയും മുൻകൂട്ടിക്കോ. ഞാൻ അതൊക്കെ പടിയിരിക്കും. ഞാൻ എന്നിട്ട് ചായ കുടിച്ചിട്ടാ ഇവരെ കാണും എന്നും. അപ്പൊ ഞാൻ പറയും എവിടെ പോകാറാ, അത് അമ്പലത്തിലോട്ട് പോവാ എന്നും അത് തന്നെ. പിന്നെ വീട്ടിൽ വരും. പിന്നെ ഈ വെക്കേഷൻ സമയത്ത് എന്നും വരും. വന്നിട്ട് കളിക്കാൻ വരും. കളിക്കാൻ വന്നിട്ട് ഇവൻ അവിടെ നിന്ന് കളിക്കും. രണ്ടുപേരും കൂടെ വഴക്ക് കൂടും. ആരാ? എന്റെ മോനും അവനും കൂടെ വഴക്ക് കൂടും. എന്ത് കൊടുത്താലും എന്തുവാ, എന്ത് കൊടുത്താലും എന്തുവാ, അവനെ കിട്ടുമോ തിരിച്ച്? ഇല്ലല്ലോ. ഏത് കൊടുത്താലും അവരുടെ അനാസ്ഥയോ, ഏത് കൊടുത്താലും എന്തോ, ഏത് കൊടുത്താലും എന്തോ. പൈസ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പണം നമ്മളാ ഉണ്ടാക്കുന്നത്. പണം നമ്മളെ ജോലി ഉണ്ടാക്കുന്നത്. ഈ രണ്ട് പിള്ളേരെയും നോക്കാൻ വേണ്ടി അവള് ഗൾഫിൽ പോയത് 3-4 മാസമല്ല അവള് ഗൾഫിൽ പോയിട്ട്. ഇതാരാ ഇതാണ് ചെയ്തത്? ഇതാരാ ചെയ്തതാരാ? തൊട്ട് മേളിലാ താമസിക്കുന്നത് പോവൂർ കുഞ്ചുമോൻ. എന്താ അയാൾക്ക് അറിഞ്ഞൂടെ? ഈ ഒരു 100 മീറ്റർ അപ്പുറത്താ താമസിക്കുന്നത്. അയാൾക്കറിയാൻ വേറെ ഈ കാര്യം. ഈ സാമാനം ഇങ്ങനെ താന്ന് നടക്കുന്ന കാര്യം എന്നാ ഇതിലൊക്കെ കയറാൻ പറ്റുമല്ലോ. എന്താ അവര് ചെയ്യുന്നത്? മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. മിഥുന്റെ മരണത്തിന് കാരണം ആ മേത്ത ചെറുക്കനാണ്. അവനവിടെ ഇല്ലായിരുന്നുവെങ്കിൽ മിഥുൻ രക്ഷപ്പെട്ടേനെ, ഇന്ന് ജീവനോടെ ഉണ്ടായേനെ. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണം. നമുക്കറിയാം, അങ്ങനെ പലയിടങ്ങളിൽ നിന്നും കേൾക്കാത്തൊരു വാർത്ത തന്നെയാണ് എങ്കിലും ചിലയിടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ അനാസ്ഥയുടെ ഭാഗമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മരണം തന്നെയായിരുന്നു മിഥുൻ്റേത്. 2 മാസം മുമ്പാണ് മിഥുൻ ആ ഒരു സ്കൂൾ പരിസരത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലേക്ക് പോകുന്നത്. സൈന്യത്തിൽ ചേരണം, ഒരു സൈനികനായി മാറണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് സ്കൗട്ടിന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള, സ്കൗട്ടിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂൾ തന്നെ മിഥുൻ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 2 മാസം മുമ്പ് തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മിഥുൻ പോകുകയായിരുന്നു. വെറും 2 മാസം കൊണ്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടും ഏറ്റവും വലിയ പ്രിയപ്പെട്ടവനായിട്ടും മാറിയിട്ടുള്ള മിഥുൻ കഴിഞ്ഞ ദിവസം കുട്ടികളുമായിട്ടുള്ള കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു സുഹൃത്തിൻ്റെ ചെരുപ്പ് തൻ്റെ ക്ലാസ്സിൽ നിന്ന് ക്ലാസ്സിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സൈക്കിൾ ഷെഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്നത്. ആ ഒരു ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ സൈക്കിൾ ഷെഡിൻ്റെ തൊട്ട് മുകളിലുള്ള വയർ കമ്പിയിൽ അല്ലെങ്കിൽ വയർ കമ്പിയിൽ വീഴാൻ പോയപ്പോൾ ആ വയർ കമ്പിയിൽ പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഷോക്കേറ്റ് മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി മരിച്ചത്. ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു. അതിനിടയിൽ ഒരു ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് മിഥുൻ്റെ മരണത്തിന് കാരണം മിഥുൻ്റെ ആ ഒരു സുഹൃത്താണ് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ ചില സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. ശരിക്കും എന്തൊരു ദുരന്തമുണ്ടായാലും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന വഴി ഇതാണ് എന്നതാണ്. അതായത് ഏത് വിഷയമാണെങ്കിലും ആ ഒരു വിഷയത്തിലേക്ക് ജാതി കലർത്തി ഉള്ള പരാമർശങ്ങൾ, ഉള്ള വിമർശനം, അതാണ് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു മറ്റൊരു വിഷയമുണ്ടായിരുന്നത്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു സാർ, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ മുമ്പിൽ വന്നിരുന്നു. ഇനി ഒരാൾക്കും ഇത്തരമൊരു ആക്രമണം ഉണ്ടാകാതിരിക്കട്ടെ, രാജ്യം കൂടുതൽ സുരക്ഷിതമായിരിക്കട്ടെ, എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ വ്യക്തമാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു യുവതി അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. പക്ഷേ അന്നും വലിയ രീതിയിൽ ജാതീയ പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ആ ഒരു യുവതിക്കെതിരെ സാമൂഹിക വിരുദ്ധർ ആക്രമണം അഴിച്ചുവിട്ടത്. അത് മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് ഇന്ത്യയുടെ നടപടി എന്നതൊക്കെ വ്യക്തമാക്കാൻ വേണ്ടി മുന്നിലേക്ക് വന്നിരുന്ന വനിതാ ഉദ്യോഗസ്ഥരെയും വനിതാ സൈനിക ഉദ്യോഗസ്ഥരെയും അടക്കം ജാതീയപരമായിട്ട് വലിയ രീതിയിൽ അപമാനിക്കുന്ന പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു മലയാളി സമൂഹത്തെ അടക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതേ രീതിയിലാണ് മിഥുൻ്റെ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ മിഥുൻ്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. മിഥുൻ്റെ സുഹൃത്തിൻ്റെ ചെരുപ്പ് തിരികെ എടുക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു ആ ഒരു ദുരന്തമുണ്ടായത്. പക്ഷേ അവിടെ
വലിയ രീതിയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആ ഒരു സ്കൂൾ അധികൃതർ കാണിച്ചിരിക്കുന്ന അനാസ്ഥ, അല്ലെങ്കിൽ KSEB വൈദ്യുത ലൈൻ, അതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ കാണിച്ചിരിക്കുന്ന അനാസ്ഥയെ ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ചിലർ ഈ പറയുന്ന മിഥുൻ്റെ ഈ ചെരുപ്പിൻ്റെ ഉടമയായിട്ടുള്ള വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പ്രത്യേകിച്ച് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു കുട്ടിയുടെ ജാതി അല്ലെങ്കിൽ മതം ഇതിൻ്റെയൊക്കെ പേരിലാണ് ആ ഒരു കുട്ടിയെ കൊലയാളിയാക്കാൻ ചില ആളുകൾ, മുഖമില്ലാത്ത പ്രൊഫൈലുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എത്രമാത്രം ജാതീയ പരാമർശങ്ങൾ നടത്തി വിഭാഗീയത വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം കമൻറ്റുകൾ. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വെറും 13 വയസ്സ് മാത്രമാണ് മിഥുനും മിഥുൻ്റെ സുഹൃത്തുക്കൾക്കുമുള്ളത്. അവർക്കുള്ളിൽ എന്ത് ജാതി മതം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അവർക്കിടയിലേക്കാണ് ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടിൻ്റെ പോക്ക് എത്രമാത്രം മോശമാണ്, എത്രമാത്രം ഭയപ്പെടുത്തുന്നതാണ് എന്നതിൻ്റെ നേർചിത്രം തന്നെയാണ്. എന്തായാലും മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു മിഥുൻ്റെ സുഹൃത്തിനെ വലിയ രീതിയിൽ ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട് എന്നത് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മിഥുൻ്റെ മരണത്തിന് കാരണം ആ മേത്ത ചെറുക്കനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലൊരു പരാമർശമൊക്കെയാണ് ഇത്തരത്തിലുള്ള മുഖമില്ലാത്ത ആളുകൾ മുഖമില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്ന് കമൻറ്റായിട്ടൊക്കെ ഇടുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള മിഥുൻ്റെ മരണത്തിൽ സംഭവിച്ചത്. ആ ഒരു സ്കൂളും പരിസരവും തികച്ചും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് എന്നത് നമുക്ക് നേരിട്ട് പോയപ്പോൾ തന്നെ മനസ്സിലായതാണ്. കാരണം മിഥുൻ്റെ ക്ലാസ് മുറി എന്നത് വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റി നിർത്തി ഈ വൈദ്യുതി ലൈനിലേക്ക് മാത്രം വരുമ്പോൾ ഈ സൈക്കിൾ ഷെഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു വയർ പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്, വൈദ്യുതി ലൈൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലാത്തവർക്ക് പോലും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകും അത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു രീതിയിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് പോലും അവിടെ നിന്ന് കൃത്യമായൊരു നടപടി എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ആ സ്കൂളിൻ്റെ പല പ്രദേശങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഒരു വൈദ്യുത ലൈനിൽ നിന്ന് തട്ടി നിൽക്കുന്ന ഒരു മരം നേരെ ചരിഞ്ഞു നിൽക്കുന്നത്, ഇതുപോലെ മറ്റൊരു വിദ്യാർത്ഥികൾ പഠിക്കുന്ന മറ്റൊരു ക്ലാസ് മുറിയുടെ മുകളിലേക്കാണ് എന്നതും ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഇതൊക്കെ ആളുകൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് അറിയില്ല. എങ്കിൽ പോലും 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇത്രമാത്രം നിസാരമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു എന്നത് പറയുന്നത് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതുമാത്രമല്ല, മിഥുൻ്റെ വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഒരു വർഷം മുമ്പും സമാന രീതിയിലുള്ള സംഭവം, സമാന രീതിയിൽ മറ്റൊരു കുട്ടിക്ക് കൂടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? അങ്ങനെയൊരു സംഭവം കൂടെ നമ്മൾ മിഥുൻ്റെ ഈ ഒരു മരണ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു. അതായത് മിഥുനെ പോലെ മറ്റൊരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത. ആ ഒരു വിവരങ്ങൾ കൂടുതലായിട്ട് ആ കുട്ടിയുടെ പിതാവ് തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ്. സാമ്പത്തിക സഹായം നൽകിയാൽ ഒരാളുടെ ജീവന് ഒരിക്കലും വിലയാകില്ല. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മകനും ഇതേ ഒരവസ്ഥയിൽ മരണപ്പെട്ടതാണ്. കഴിഞ്ഞ 2024 ഏപ്രിൽ 18-ാം തീയതി സ്കൂളിൽ വെച്ചുണ്ടായ KSEBയുടെ ഒരു അനാസ്ഥ. ഫുട്ബോൾ കളിക്കാൻ പോയതാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് റിസൾട്ട് കാത്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാനൊരു പാലുകാച്ചുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവനെ കൊണ്ടുപോയി ഗ്രൗണ്ടിൽ വിട്ട് പോയതാണ്. ആള് ഫുട്ബോള്, ബാസ്കറ്റ് ബോൾ എല്ലാ മേഖല പഠിക്കാനും ഒക്കെ നല്ല മിടുക്കലാണ്. ഈവൻ ഇത് വെളിയിലേക്ക് ബോൾ പോയപ്പോൾ ഇവർ ഫുൾ കോമ്പൗണ്ട് വാളാണ് ഗ്രൗണ്ട്. ഈ ഫെൻസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മതിലിൽ നിന്നും പൊളിയെ പുറത്ത് ബോൾ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴത്തേക്ക് പുറത്ത് ഇലക്ട്രിക് പോസ്റ്റിൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൂപ്പുണ്ടല്ലോ, അത് പണ്ട് പ്രാചീന കാലത്ത് സ്ഥാപിക്കുന്നതാണ്. ഇപ്പോൾ ഈ ആധുനിക കാലത്തൊന്നും അത്തരം ലൈനുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ലൂപ്പിലേക്കാണ് മോൻ കയറി പിടിച്ചത്. അപ്പം അങ്ങനെ അവിടെ വെച്ച്
മരണപ്പെട്ടു. അർഫാൻ MS എന്നാണ്. അപ്പൊ ആള് ചേട്ടന് ഇപ്പൊ മിഥുന്റെ ഈ ഒരു അവസ്ഥ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും ഈ മന്ത്രിമാര് നടത്തുന്ന ന്യായീകരണം ഒന്നുമില്ല. സാമ്പത്തികമോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഇത്തരത്തിലുള്ള സ്ഥാപിച്ചിട്ടുള്ള ആ ലൈനുകൾ റിമൂവ് ചെയ്യാൻ പെട്ടെന്ന് ഓർഡർ കൊടുത്തു. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടും അവർ ആ ഒരു നമ്മൾ ഇത്തരം ദാരുണമായ കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രം സംവിധാനങ്ങൾ ഇടപെടുകയും അതിനുശേഷം അത് ഇങ്ങനെ അണഞ്ഞു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചോളം ദൈനംദിന ജീവിതത്തിൽ ഈ സ്കൂളുകളാണെങ്കിലും പൊതുസ്ഥലങ്ങളാണെങ്കിലും ഒക്കെയും ഇത്തരം ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചോളം ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ഓരോ ചുമതലകൾ നൽകിയിട്ടുണ്ട്. ഈ ചുമതലകൾ നിർവഹിക്കാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അദ്ദേഹത്തിൻ്റെ ചുമതലകളുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അതിൻ്റെ ചുമതലകളുണ്ട്, ഒരു ഓവർസിയർക്ക് അതിൻ്റെ ചുമതലകളുണ്ട്, സൂപ്പർട്ടൻഡന്റ് ഉണ്ട്, അതേപോലെ ഈ ലൈൻമാൻമാർക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇവരുടെ ചുമതലകൾ നിറവേറ്റുന്നില്ല. അപ്പം നമ്മുടെ വീട്ടിലൊരു കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ ഒരു 2 മണിക്കൂർ താമസിച്ചാൽ പോലും ഇവർ ഒരു 200 തുകയാണെങ്കിൽ ഇവർ തേടി പിടിച്ച് വരുന്നൊരവസ്ഥയാണ്. ആ ജാഗ്രത ഇത്തരം സേഫ്റ്റി മെഷർമെന്റുകളിൽ ഇവർ കാണിച്ചാൽ ഇതില്ലാതാകാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആ സ്കൂളിൽ പോയിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇൻസ്പെക്ഷൻ നടക്കേണ്ടതാണ്. ഈ ഓവർസിയർമാർ ഈ ലൈനുകളെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ റെയിൽവേയിൽ പിന്നെ ഗ്യാങ്മാരുടെ ഡ്യൂട്ടി എന്താ? അവർ ഓരോ ട്രെയിൻ വരുന്നതിന് മുമ്പും ഇത് കണക്ക് നോക്കും. അത്രയും പോലും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇത് ലൈനുകൾ അതൊക്കെ ഇവർ ചുറ്റി നടന്ന് നോക്കേണ്ടതാണ്. ഇവരാരും നോക്കാറില്ല. ഇവർ ഓഫീസിലിരിക്കും, ബാക്കി അവർ ലൈൻമാൻമാരെ വിട്ട് പണിയിക്കും. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനാസ്ഥ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ അവർക്ക് തൊഴിലാളികളുടെ അതായത് പ്ലേസ്മെന്റുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതല്ലല്ലോ വേണ്ടത്. ഈ സേഫ്റ്റി മെഷർമെന്റുകൾ എപ്പോഴും നമ്മൾ പാലിച്ച് തന്നെ പോകണം. അതിനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കണം. ഇവർ ചെയ്യുന്നുള്ള ആളല്ല യാഥാർത്ഥ്യം. ഇപ്പം ഈ മോൻ്റെ വിഷയം തന്നെ ആണെങ്കിലും ഇപ്പം നമ്മൾ ഒരു വിഷയം വരുമ്പോൾ സാമ്പത്തികം കൊടുത്താൽ തീരാവുന്നതല്ല മനുഷ്യന് ദുഃഖം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാര്യം ഈ ഒരു വർഷം കൊണ്ട് എൻ്റെ മാനസികാവസ്ഥയും ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്നതാണ്. യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഇത്തരം വിഷയങ്ങളൊക്കെയും കൈകാര്യം ചെയ്ത് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ കൊണ്ട് പോലും ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമ്മുടെ നിയമ നടപടികൾ 1 വർഷത്തോളം ഈ ഏപ്രിൽ 24-ാം തീയതിയാണ് ഈ മകൻ മരിക്കുന്നത്. 24 ഏപ്രിൽ 18-ാം തീയതി. അതിനുശേഷം ഇത് അന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നടപടികളാകുന്നത് ഇത്രയും വൈകിയാണ്. ഇപ്പം അടുത്ത സമയത്താണ് അതിൻ്റെ പേപ്പറുകൾ ഒരുവിധമായി ഇപ്പം 304A, അതായത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് അല്ല എന്നുള്ള രീതിയിൽ കൊലപാതക കുറ്റത്തിന് കേസ് ചാർജ് ചെയ്യാനുള്ള ചാർജ് ഷീറ്റ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ സ്റ്റേഷനിൽ കയറി CIയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പോൾ വന്ന CI ആണ്. അദ്ദേഹമാണ് അതിനകത്ത് കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പേപ്പർ വർക്ക് ഒരു ആയിട്ടുണ്ട് അല്ലേ. അതേപോലെ KCBയിൽ റിപ്പോർട്ട്, KCBയുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് എന്തോ കിട്ടണമുണ്ടോ. അപ്പോൾ അത് അങ്ങനെ നിയമ നടപടി. പിന്നെ സാമ്പത്തികമായി വെച്ച് നീട്ടുന്ന സാമ്പത്തികം എൻ്റെ മകൻ്റെ നഷ്ടത്തിനൊരു പരിഹാരമാകില്ല. അപ്പം ഞാൻ വാങ്ങിയിട്ടില്ല. അത് അവർ ഓഫറുകൾ വന്നെങ്കിലും ഞാനതിൻ്റെ പുറകിൽ പോയിട്ടില്ല. കാര്യം എനിക്ക് ഔദാര്യം ആവശ്യമില്ല. എൻ്റെ മകൻ്റെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അവകാശമാണ്. കാരണം അവൻ എല്ലാ മേഖലയിലും 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞു, എക്സാം എഴുതി, ICSE സിലബസ് 94% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഭാവി അവൻ വരയ്ക്കാനും കളിക്കാനും ഒക്കെ മിടുക്കനായിരുന്നു. അപ്പോൾ അവൻ്റെ ഭാവി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അതല്ലേ ഇങ്ങനെ ഉടഞ്ഞു പോയത്. എനിക്ക് 3 മക്കളാണ്. ഇത് 2 പെൺമക്കളാണ്. ഇവൻ നടുക്കലത്താണ്. കുടുംബത്തിന് സാമ്പത്തികമായി വളരെ ഞാൻ ഇന്നിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാര്യം നമ്മൾ ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മകനെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ അത് ഇല്ലാതാകുമ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ജീവിതത്തിൽ താളം തെറ്റുക എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കണം.
ഗവൺമെന്റ് ഈ മകനെ ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. അപ്പോൾ അത് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ ഓഫർ ഇന്നിപ്പോൾ ഈ കാണുന്ന ആരവൊന്നുമില്ല, അവരെല്ലാം പിരിഞ്ഞു പോകും. അതിനുശേഷം പിന്നെ വരുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോൾ അത് ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്, അതേപോലെ ഇവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചോളം സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കിയിട്ട് ന്യായമായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ആ സംവിധാനത്തിൽ സ്കൂള് മാനേജ്മെന്റ് ഉത്തരവാദിത്തപ്പെട്ട മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അതല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ഇൻസ്പെക്ഷൻ നടത്തി അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ എല്ലാം ക്ലിയർ ആണെന്നാണ് കാണിച്ചത്. എങ്ങനെ ക്ലിയർ ആവും? അല്ല, അത് കാണിച്ചേക്കുന്നതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം. കാര്യം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ലൈൻ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈൻ ഇതിന്റെ സെൻട്രലിലൂടെ പോയേക്കണം. നമ്മുടെ ഒരു പുരയിടത്തിന് നടക്കൂടെ ഒരു ലൈൻ പോവുക എന്ന് പറഞ്ഞാൽ അതിന് അത്രയും ഒരു ഇത് കണ്ടാൽ മതി. പക്ഷെ എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഈ പ്രദേശത്തുള്ള 2000-ഓളം കുട്ടികൾ ഏകദേശം ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ സ്ഥലവും ആ സ്കൂളുമായിട്ട് ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഈ 7 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഈ കുഞ്ഞ് അവിടെ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിന് അത്രത്തോളം ഇതുള്ള സ്കൂളായിരിക്കും. അപ്പോൾ അവിടെ ഇത്തരം ഒരു ലൈൻ പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് കഴിയൊഴിയാം. അത് സംവിധാനത്തിന് കഴിയൊഴിഞ്ഞ് പോവാം. പക്ഷെ അതല്ലായിരുന്നു വേണ്ടത്. നമ്മളൊരു കാര്യം വരുമ്പം ഇങ്ങനെ വടിയെടുത്തുകൊണ്ട് പോകുക എന്നുള്ളതിനപ്പുറം ഇത് പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്കൊരു മുൻകരുതൽ എടുക്കാമല്ലോ. അതിനല്ലേ നമ്മൾ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കുന്ന ടാക്സിൽ നിന്നും പേ ചെയ്യുന്നതാണല്ലോ ഈ ശമ്പളം എന്ന് പറയുന്ന സാധനം. അവർക്ക് മുടങ്ങുന്നില്ലല്ലോ. അപ്പോൾ അത് ന്യായമായിട്ടും അവരുടെ അവകാശങ്ങൾക്ക് അവർ സമരം ചെയ്യാറുണ്ട്. അപ്പം ന്യായമായിട്ടും നമ്മൾ പറയുമ്പോൾ അവർ വളരെ ലാഘവത്തോടെ ഇത് കാണുന്നു എന്നുള്ളതാണ്. ഇനിയും ഇത് ആവർത്തിക്കും, ദുരന്തങ്ങൾ ആവർത്തിക്കും, നഷ്ടങ്ങൾ സംഭവിക്കും. ആർക്കും നഷ്ടം സംഭവിക്കും? എൻ്റെ കുടുംബത്തിൽ നഷ്ടമുണ്ടായപ്പോഴാണ് എനിക്ക് അത്രത്തോളം മാനസികമായി. മറ്റൊരു കൂടെ നോക്കിക്കാണുമ്പോൾ പ്രശ്നമില്ല. എൻ്റെ വീട്ടിലുണ്ടാകുന്ന നഷ്ടം സഹിക്കേണ്ടതും ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ആ ഒരു ദുഃഖത്തിൽ ഞാൻ പോകേണ്ടി വരും. അത് ആശ്വസിക്കാമെന്നുള്ളതിനപ്പുറത്ത് അവൻ്റെ ആ സമയമായിരുന്നു വിധിയെന്ന് ആശ്വസിക്കാമെന്ന് അപ്പുറത്ത് നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ വിഷയമുണ്ട്. അപ്പം അത് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്.